ഏഴാം ക്ലാസ്സിലെ ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്ന യൂണിറ്റിൻ്റെ നോട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വിഴിഞ്ഞത്തിൻ്റെ പ്രാദേശിക ചരിത്രത്തെക്കുറിച്ചുള്ള പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന കുറിപ്പ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താമോ? ഏതൊക്കെയാണ്? പുരാവസ്തു തെളിവുകൾ, ലിഖിതങ്ങൾ, സാഹിത്യകൃതികൾ, ചൈനീസ് റോമൻ പാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ, മറ്റ് കരകൗശല വസ്തുക്കൾ, റോമൻ നാണയങ്ങൾ, പ്രാചീന ഗുഹാക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ചരിത്രം എന്താണ് അല്ലെങ്കിൽ എന്താണ് ചരിത്രം? ചരിത്രം എന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠന ശാഖയാണ്. ചരിത്രരചന നടത്തുന്നത് എങ്ങനെയാണ്? ഓരോ കാലഘട്ടവും ചരിത്രരചനയ്ക്ക് ആവശ്യമായ നിരവധി തെളിവുകൾ വിവിധ രൂപങ്ങളിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അവ സമാഹരിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതാണ് ചരിത്രരചന. പ്രാദേശിക ചരിത്രം എന്താണ്? ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് പ്രാദേശിക ചരിത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ചരിത്രരചനയുടെയും പ്രാദേശിക ചരിത്രരചനയുടെയും സവിശേഷതകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ചരിത്രരചനയും പ്രാദേശിക ചരിത്രരചനയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ഒരു ആൻസർ എഴുതുക. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിളാണ്. നോക്കിയോളൂ. ചരിത്രരചന, ഫസ്റ്റ് നമ്മൾ ചരിത്രം, പിന്നീട് പ്രാദേശിക ചരിത്രം, അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ചരിത്രത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? വിശാലമായ പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംഭവങ്ങളുടെയോ ചരിത്രം രേഖപ്പെടുത്തുന്നു. വിശാലമായിട്ടുള്ള ഒരു പ്രദേശം. ഇനി പ്രാദേശിക ചരിത്രം ആകുമ്പോഴോ ലോക ചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യാ ചരിത്രം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂക്ഷ്മമായ ചരിത്രാന്വേഷണമാണിത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വലിച്ചു വാരി എഴുതണ്ട, നമുക്ക് എങ്ങനെ എഴുതാം? ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂക്ഷ്മമായ ചരിത്രാന്വേഷണമാണ് പ്രാദേശിക ചരിത്രം. ഇങ്ങനെ എഴുതിയാലും മതി. ആദ്യം എഴുതിയേക്കണ അത്രയും പോയിന്റ് വേണമെന്നില്ല. അപ്പം വേണമെന്നുള്ളവർക്ക് അതും കൂടെ ഉൾപ്പെടുത്താം കേട്ടോ. അടുത്തത്, എഴുതപ്പെട്ട രേഖകൾ, പുരാവസ്തു തെളിവുകൾ, ചരിത്ര അവശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചരിത്രം നിർമ്മിക്കുന്നു. അപ്പോൾ ചരിത്രം നിർമ്മിക്കാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? എഴുതപ്പെട്ട രേഖകൾ, പിന്നെ പുരാവസ്തു തെളിവുകൾ, ചരിത്രാവശേഷിപ്പുകൾ. എന്നാൽ പ്രാദേശിക ചരിത്രം നിർമ്മിക്കാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പ്രാദേശിക ആഘോഷങ്ങളും രുചിശീലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളും ചരിത്രരചനയുടെ ഭാഗമാണ്. അതായത് ഇതൊക്കെ ഉപയോഗിച്ചാണ് അവിടെ ചരിത്രരചന നടത്തുന്നത്. എവിടെ? പ്രാദേശിക ചരിത്രരചന നടത്തുന്നത്. അടുത്തത്, ഭൂതകാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നു. ഇനി പ്രാദേശിക ചരിത്രമാണെങ്കിലോ, ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുന്നു. അപ്പോൾ ഇത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ചരിത്ര സ്രോതസ്സുകൾ? ചരിത്രം എഴുതാൻ ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുന്ന ഏതൊരു വസ്തുവിനെയും ചരിത്ര സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക കാലഘട്ടവുമായി ബന്ധപ്പെട്ടതും ആ കാലഘട്ടത്തെക്കുറിച്ച് ഉപയുക്തമായ വിവരങ്ങൾ നൽകുന്നതുമായ ഏതൊരു വസ്തുവും ചരിത്രം എഴുതുന്നതിനുള്ള ഒരു ഉറവിടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചരിത്രരചനയ്ക്ക് ആവശ്യമായ പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പുരാവസ്തുക്കൾ, സ്മാരകങ്ങൾ, സാഹിത്യകൃതികൾ, സഞ്ചാരക്കുറിപ്പുകൾ, പത്രങ്ങൾ, ഔദ്യോഗിക രേഖകൾ. എന്താണ് പുരാവസ്തുശാസ്ത്രപരമായ സ്രോതസ്സുകൾ? പുരാവസ്തുശാസ്ത്രപരമായ സ്രോതസ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളോ തെളിവുകളോ ഒക്കെ നമുക്ക് നൽകുന്നു. അടുത്തത്, പ്രധാനപ്പെട്ട പുരാവസ്തുശാസ്ത്രപരമായ സ്രോതസ്സുകൾ ഏതൊക്കെയാ? ശിലാസ്മാരകങ്ങൾ, നാണയങ്ങൾ, ഗുഹകൾ, കൊട്ടാരങ്ങൾ, പുരാലിഖിതങ്ങൾ. എന്താണ് ശിലാസ്മാരകങ്ങൾ? നമ്മുടെ പൂർവികരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനായി പുരാതന മനുഷ്യർ ശിലാസ്മാരകങ്ങൾ ഉപയോഗിച്ചിരുന്നു. അവ വലിയ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. അതിനാൽ അവയെ മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ശിലാസ്മാരകങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണം, കൂടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ, നന്നങ്ങാടികൾ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ശിലാസ്മാരകങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? കേരളത്തിൽ ശിലാസ്മാരകങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇടുക്കി ജില്ലയിലെ മറയൂർ, തൃശ്ശൂരിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഗുഹകൾ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തിലേക്ക് ഗുഹകൾ വെളിച്ചം വീശുന്നു. ഇത്തരത്തിലുള്ള പ്രകൃതിദത്ത ഗുഹകളിൽ ചരിത്രാതീത കാലഘട്ടത്തിലെ മനുഷ്യജീവിതത്തെ പരാമർശിക്കുന്ന ചിത്രങ്ങളും മറ്റും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഗുഹകൾ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണെന്ന് പറയുന്നത്.
കേരളത്തിൽ എവിടെയാണ് ഗുഹകൾ കാണപ്പെടുന്നത്? എവിടേക്കാ? എടയ്ക്കൽ വയനാട്, മറയൂർ ഇടുക്കി, ആങ്കോട് തിരുവനന്തപുരം, തെന്മല കോട്ടുക്കൽ കൊല്ലം. തെന്മല കോട്ടുക്കൽ ഈ 2 ഗുഹകൾ കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിൽ. ഓക്കെ. കേരളത്തിലെ ചരിത്രപരമായി പ്രധാനപ്പെട്ട പുരാവസ്തുക്കളെ ആരാണ് സംരക്ഷിക്കുന്നത്? ആരാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി വകുപ്പും. പുരാതന ലിഖിതങ്ങൾ എന്താണ്? ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിവെച്ചതോ ആയ സന്ദേശങ്ങളോ വാചകമോ ആണ് ലിഖിതങ്ങൾ. ലോഹത്തകിടുകൾ, ശിലകൾ, ഓലകൾ എന്നിങ്ങനെ വ്യത്യസ്ത തരം പ്രതലങ്ങളിൽ അവ ആലേഖനം ചെയ്തിട്ടുണ്ട്. എന്താണ് ലിഖിത പഠനം അല്ലെങ്കിൽ എപ്പിഗ്രഫി? ഇങ്ങനെയും ചോദിക്കും. എപ്പിഗ്രഫി എന്താണെന്ന് മലയാളത്തിൽ എഴുതി ചോദിക്കും, അല്ലെങ്കിൽ ലിഖിത പഠനം. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ എന്നിവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനത്തെ എപ്പിഗ്രഫി എന്ന് വിളിക്കുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ലിഖിതങ്ങൾ ഏതൊക്കെയാണ്? തരസാപ്പള്ളി ലിഖിതം എവിടെയാ? കൊല്ലം. ജൂതശാസനം മട്ടാഞ്ചേരി. പാലിയം ചെമ്പ് ശാസനം ആലപ്പുഴ. കേരളത്തിലെ പുരാതന ലിഖിതങ്ങളുടെ ശേഖരണത്തിനും സംരക്ഷണത്തിനും ആരാണ് മേൽനോട്ടം വഹിക്കുന്നത്? കേരള ആർക്കൈവ്സ് വകുപ്പ്. കേരള ആർക്കൈവ്സ് വകുപ്പാണ്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ലിഖിതങ്ങൾ ഏതൊക്കെയാണ്? തരസാപ്പള്ളി ലിഖിതം, ജൂതശാസനം, പാലിയം ശാസനം. ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ചെമ്പെന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതൊക്കെയാണ്? തരസാപ്പള്ളി ലിഖിതം, ജൂതശാസനം, പാലിയം ശാസനം. ഏതൊക്കെയാണ്? തരസാപ്പള്ളി കൊല്ലത്ത്, ജൂതശാസനം മട്ടാഞ്ചേരി, പാലിയം ശാസനം ആലപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ. ചരിത്രരചനയ്ക്ക് സഹായിക്കുന്ന എന്തെല്ലാം വിവരങ്ങൾ കോട്ടകളിൽ നിന്നും കൊട്ടാരങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കും? രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സൈനിക ആവശ്യങ്ങൾക്കും വ്യാപാരത്തിനും വേണ്ടി നിർമ്മിച്ച കോട്ടകളെ ചരിത്രരചനയ്ക്കുള്ള സ്രോതസ്സുകളായി ഉപയോഗിക്കാം. കേരളത്തിലെ വിവിധ കാലഘട്ടങ്ങളെക്കുറിച്ചും അവിടുത്തെ ആ സമയത്തെ ഭരണാധികാരികളെക്കുറിച്ചും ഉള്ള വിവരങ്ങൾ കോട്ടകൾ നമുക്ക് നൽകുന്നു. ഇനി കേരളത്തിലെ പ്രധാന കോട്ടകൾ ഏതൊക്കെയാണ്? ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ചില പ്രധാന കൊട്ടാരങ്ങളുടെ പേരുകൾ. പ്രധാനപ്പെട്ട കൊട്ടാരങ്ങൾ കേരളത്തിലെ ഏതൊക്കെയാ? പത്മനാഭപുരം കൊട്ടാരം, മട്ടാഞ്ചേരി കൊട്ടാരം, കിളിമാനൂർ കൊട്ടാരം, അറയ്ക്കൽ കൊട്ടാരം, കൃഷ്ണപുരം കൊട്ടാരം, കോയിക്കൽ കൊട്ടാരം, പൂഞ്ഞാർ കൊട്ടാരം, കനകക്കുന്ന് കൊട്ടാരം, കവടിയാർ കൊട്ടാരം. എന്തുകൊണ്ടാണ് നാണയങ്ങൾ ചരിത്രത്തിന്റെ പ്രധാന സ്രോതസ്സുകളായി മാറുന്നത്? നാണയങ്ങൾ അവ ഉപയോഗിച്ച കാലഘട്ടത്തിലെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നു. അതുകൊണ്ടാണ് നാണയങ്ങൾ ചരിത്രത്തിന്റെ പ്രധാന സ്രോതസ്സുകളായി മാറുന്നത്. ഇനി നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ്? നാണയശാസ്ത്രം, അല്ലെങ്കിൽ അതിന്റെ മറ്റേ പേരും കൂടെ പഠിച്ചു വെച്ചോളണം. ന്യൂമിസ്മാറ്റിക്സ്. ന്യൂമിസ്മാറ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ എഴുതി ചോദിക്കും. ന്യൂമിസ്മാറ്റിക്സ് എന്താണ്? നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം. അടുത്ത, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന നാണയങ്ങളുടെ പേരുകൾ എഴുതുക. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെട്ടിരുന്ന നാണയങ്ങളുടെ പേരുകൾ ഏതൊക്കെയാണ്? കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ്, വീരരായൻ പണം. ഇതൊക്കെയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പണ്ടുകാലത്ത് കാണപ്പെട്ടിരുന്ന വിവിധ തരത്തിലുള്ള നാണയങ്ങൾ. അടുത്തത്, വ്യത്യസ്ത സമയങ്ങളിൽ പുറത്തിറക്കിയ ഈ നാണയങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുക? എന്തൊക്കെയാ? നാണയം നിർമ്മിച്ച കാലഘട്ടം, നാണയങ്ങൾ പുറത്തിറക്കിയ അധികാരികൾ, നാണയം നിർമ്മിച്ച രീതി, നാണയം നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ നാണയങ്ങളിൽ നിന്നും. അടുത്ത ക്വസ്റ്റ്യനെ, ചരിത്ര സ്മാരകങ്ങൾ ചരിത്രരചനയ്ക്ക് ഉപയോഗപ്രദമായ ചരിത്ര സ്രോതസ്സുകളാണ്. കേരളത്തിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. കേരളത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ ഏതൊക്കെയാണ്? സാമൂതിരിയുടെ കാലത്ത് രേവതി പട്ടത്താനം എന്ന പ്രശസ്തമായ പണ്ഡിത സദസ്സ് തളി ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകത്തിന്റെ പേര് പറഞ്ഞു. ഏതാണ്? തളി ക്ഷേത്രം. എന്തുകൊണ്ടാണത് ഒരു ചരിത്ര സ്മാരകമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത്? അതായത് സാമൂതിരിയുടെ ഭരണകാലത്ത് രേവതി പട്ടത്താനം എന്ന് പറയുന്ന പണ്ഡിത സദസ്സ് ഇവിടെ വെച്ചാണ് നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് അതിന് ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം കൈവന്നത്. ഏതിന്? തളി ക്ഷേത്രത്തിന്. അടുത്തത്, പോർച്ചുഗീസുകാർക്കെതിരെ സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു മിഷ്കൽ പള്ളി. മിഷ്കൽ പള്ളി എന്താണ് ഒരു പ്രധാന ചരിത്ര സ്രോതസ്സാവാൻ കാരണം? പോർച്ചുഗീസുകാർക്കെതിരെ സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു ഈ മിഷ്കൽ പള്ളി. അടുത്തത്, 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകമാണ്. 1513 ദേവമാതാ കത്തീഡ്രൽ നിർമ്മിച്ചത്. ഇത് പോർച്ചുഗീസുകാരുടെ സാന്നിധ്യത്തിന്റെ ഒരു സ്മാരകമായിട്ട് നിലകൊള്ളുന്നു. അടുത്ത, വിദേശ രാജ്യങ്ങളുമായുള്ള കാലിക്കറ്റിൻ്റെ അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ വ്യാപാര ബന്ധത്തിൻ്റെ തെളിവാണ് കടൽപ്പാലങ്ങൾ. കോഴിക്കോടിന് വിവിധ ഫോറിൻ കൺട്രീസുമായിട്ട് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് കടൽപ്പാലങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ചരിത്ര സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ തിരിച്ചറിയുക. കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാ? ആലപ്പുഴ. ചന്ദ്രഗിരിക്കോട്ട കാസർഗോഡ്. പുനലൂരിലെ തൂക്കുപാലം എവിടെയാ? കൊല്ലം. വാഗൺ ട്രാജഡി മെമ്മോറിയൽ മലപ്പുറം. സിനഗോഗ് എറണാകുളം. അടുത്ത ക്വസ്റ്റ്യൻ, കോഴിക്കോടിനെ പരാമർശിക്കുന്ന സംസ്കൃത കാവ്യം ഏതാണ്?
കോകില സന്ദേശം. ആരാണ് കോകില സന്ദേശം എഴുതിയത്? ഉദ്ദണ്ഡ ശാസ്ത്രികൾ. ബാക്കി നോട്ട് അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നാളെയും കൂടെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്